പകലിൻ്റെ വന്യവും മുള്ളുള്ളതും തീക്ഷ്ണവുമായ ചൂടിനപ്പുറം ദീർഘവും തണുത്തതും നനുത്തതുമായ ഒരു രാത്രി. ആ രാത്രിയുടെ മടിത്തട്ടിൽ സ്വപ്നം പോലെയൊരു തുരുത്ത്. ആയിരത്തി 1738 റേച്ചൽ ബെർഗ്മാൻ എന്ന വനിതയാണ് വ്യക്തികളുടെ ഭയത്തെ, ആശങ്കകളെ, അരക്ഷിതാവസ്ഥകളെ തുടച്ചു നിൽക്കാനും കേടുപാടുകൾ തീർത്ത് പുതിയൊരു മനുഷ്യനാക്കി പുറത്തിറക്കാനും ഗർഭപാത്രം പോലൊരു ഇടം വേണമെന്ന ആശയം ആവിഷ്കരിച്ചത്. അവരും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ബഹായ് നഗരത്തിന് കിഴക്ക് മാറിയുള്ള മെസർ ഗ്രാമത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തി. ഏതാണ്ട് 80 കൊല്ലത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം 1820 അവരുടെ മൂന്നാം തലമുറയിൽപ്പെട്ട 8 പേരാണ് സിലോച്ചിയ എന്ന പേരിൽ ഏതാണ്ട് 500 ഏക്കറിൽ ഒരാവാസ വ്യവസ്ഥ സൃഷ്ടിച്ചത്. പ്രകൃതിദത്തമായി ഒരുതരം നിദ്രാടനത്തിന് സമാനമായ സാഹചര്യമാണ് ആ ആവാസ വ്യവസ്ഥയിൽ ഒരുക്കിയിരുന്നത്. അവിടേക്ക് എത്തിപ്പെട്ട മനുഷ്യർ അതുവരെയുള്ള വിഹുലതകളെല്ലാം മറന്ന് ഉല്ലാസജനകമായ മനസ്ഥിതിയിലേക്ക് രൂപാന്തരം പ്രാപിച്ചു. അതായത് പുഴുവിൽ നിന്ന് ചിത്രശലഭമാകുന്ന ഒരുതരം മാനസികാവസ്ഥയിലേക്ക് പരിണമിച്ചു. അതവിടുത്തെ അക്കാലത്തെ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചു. സിലോച്ചിയ പൂർണ്ണമായും തകർത്ത് ഉഴുതുമറിച്ച് റേച്ചൽ ബെർഗ്മാൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്മുറക്കാരായ ആ 8 പേരെയും വകവരുത്തി സിലോച്ചിയ എന്ന ആ സംവിധാനത്തെ അവർ കടലിൽ തള്ളി. അതുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും ഒന്നൊഴിയാതെ നശിപ്പിച്ചു. സിലോച്ചിയ എന്ന സംവിധാനം വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞ് പല നാടുകളിലേക്കും ആ വിശേഷം എത്തിപ്പെട്ടിരുന്നു. സിലോച്ചിയ പുനഃസൃഷ്ടിക്കാനുള്ള കഠിന പരിശ്രമങ്ങൾ പലരും നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സിലോച്ചിയ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഒഴുകി നടക്കുന്ന തുരുത്തായി പുനഃസൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നറിഞ്ഞത് പിന്നീടാണ്. ജാപ്പനീസ് ബുദ്ധഭിക്ഷുവായ നൊമായി ഷിൻഷുവാണ് സിലോച്ചിയയിലേക്ക് 1.5 നൂറ്റാണ്ടിന് ശേഷം എത്തിപ്പെട്ടത്. സ്വപ്നങ്ങൾ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്നും അവയ്ക്ക് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന നൊമായി ബോധോദയത്തിൽ കഠിന പരീക്ഷണങ്ങൾ വഴി സ്വപ്നങ്ങളിലേക്ക് കടക്കാനുള്ള ചില സൂത്രവാക്യങ്ങൾ നിർമ്മിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 12 ദിവസം ഉറങ്ങാതിരുന്ന ശേഷം ഒരു പകലും രാത്രിയും തണുത്ത അരുവിയിൽ കഴിയുന്നു. പിന്നീട് 1 മണിക്കൂർ പിന്നിടുന്ന ഗാഠനിദ്രയിൽ നിന്ന് മനസ്സിനെ മാത്രം ഉണർത്തി യഥാർത്ഥമായ സ്വപ്നസഞ്ചാരത്തിലേക്ക് കടക്കാനുള്ള പഴുത് നൊമായി സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയാണ് സിലോച്ചിയയിലേക്ക് നൊമായി എത്തിപ്പെട്ടത്. അപ്പോഴേക്കും സിലോച്ചിയ പ്രകൃതിയുടെ ഇടപെടലിൽ പരിണമിക്കപ്പെട്ട് സ്വയം ചിന്തിക്കുന്നതും അത് നടപ്പാക്കാനും കഴിവുള്ള ഒരിടമായി മാറിയിരുന്നു. സിലോച്ചിയയിലേക്ക് ആരെ എപ്പോൾ ഉൾക്കൊള്ളണമെന്നതും എപ്പോൾ പുറന്തള്ളണമെന്നതും ആ വ്യവസ്ഥ സ്വയം തീരുമാനമെടുത്തിരുന്നു. ഇഷ്ടമുള്ള ആരെയും സ്വീകരിക്കാനും മാറോടണയ്ക്കാനും ഉൾക്കൊള്ളാനും വിഭ്രമാത്മക ലഹരിയിൽപ്പെടുത്താനും പുറന്തള്ളാനും ഞെരിച്ചമർത്തി വകവരുത്താനും ഒക്കെ അതിന് കഴിഞ്ഞിരുന്നു. പുനഃസൃഷ്ടിക്കപ്പെട്ട സിലോച്ചിയയെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്ത നൊമായി അതിന് ഒനീറോ ഉക്കിയോ ഒസ്മെ എന്ന പേര് നൽകി. നൊമായി കണ്ടെത്തും വരെ അതിലേക്ക് മറ്റൊരു മനുഷ്യജീവി എത്തിയിരുന്നില്ല. ഒനീറോ ഒസ്മെ ആർക്കും അനുഭവവേദ്യമാകാതെ ഒളിഞ്ഞുകിടക്കരുതെന്ന് നിശ്ചയിച്ച നൊമായി അതിലേക്ക് കടക്കാൻ ഗന്ധം ദിശാസൂചിയാക്കിക്കൊണ്ടൊരു സൂത്രവാക്യം സൃഷ്ടിച്ചു. ഊർജം പോലെ തന്നെ ഗന്ധവും പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ദ്രവ്യ സംരക്ഷണ നിയമങ്ങൾ പലതും പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞു. ഒരു ഗന്ധം കുറച്ചു സമയം കഴിയുമ്പോൾ ഇല്ലാതാവുന്നത് അത് നശിച്ചു പോകുന്നത് കൊണ്ടല്ല, മറിച്ച് ആ തന്മാത്രകൾ മുറിയിലാകെ വ്യാപിക്കുകയും അവയുടെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ഗന്ധവുമായി ബന്ധപ്പെട്ട ദ്രവ്യത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നൊമായി അതിനായി ചില തന്മാത്രാ പരീക്ഷണങ്ങൾ നടത്തി. നമുക്ക് ഒരു വസ്തുവിൻ്റെ മണം ലഭിക്കുന്നു എന്നതിനർത്ഥം ആ വസ്തുവിൽ നിന്നുള്ള ചെറിയ തന്മാത്രകൾ വായുവിൽ കലർന്ന് നമ്മുടെ മൂക്കിലെത്തുന്നു എന്നാണ്. ഉദാഹരണത്തിന്, ഒരു പൂവിൻ്റെ മണം ലഭിക്കുമ്പോൾ ആ പൂവിലെ ചില രാസ തന്മാത്രകൾ വായുവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മൂക്കിലെ സ്വീകരണങ്ങളിൽ സ്പർശിക്കുന്നു. നമ്മുടെ മൂക്കിനുള്ളിലെ ഘ്രാണസ്തരത്തിലുള്ള കോശങ്ങൾ ഈ തന്മാത്രകളെ തിരിച്ചറിഞ്ഞ് തലച്ചോറിലേക്ക്
വൈദ്യുത സന്ദേശങ്ങൾ അയക്കുന്നു. തലച്ചോറ് ഈ സന്ദേശങ്ങളെ വിശകലനം ചെയ്ത് അത് എന്തിൻ്റെ ഗന്ധമാണെന്ന് തിരിച്ചറിയുന്നു. മനുഷ്യരുടെ ഗന്ധകേന്ദ്രങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഗന്ധങ്ങളുടെ പരിമിതികളെക്കുറിച്ച് നൊമായി മനസ്സിലാക്കി. സ്രാവുകൾ, കരടികൾ, പാമ്പുകൾ, ഉറുമ്പുകൾ തുടങ്ങിയവയുടെ ഘ്രാണശക്തിക്ക് പിന്നിലെ ജൈവശാസ്ത്രപരമായ കാരണങ്ങൾ തിരിച്ചറിഞ്ഞു. നിരന്തരമായ അന്വേഷണം. റോസാപ്പൂവിൻ്റെ മണം മനുഷ്യനും പട്ടിയും കരടിയും അനുഭവിക്കുന്നത് ഒരേപോലെയല്ല എന്ന് ബോധ്യമുണ്ടായിരുന്ന നൊമായി ആ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ഗന്ധവാക്യ രൂപീകരണത്തിന് ഉപയോഗിച്ചു. പാമ്പുകൾ നാവ് പുറത്തേക്കിടുന്നത് വായുവിലെ തന്മാത്രകളെ ശേഖരിച്ച് പ്രത്യേക അവയവത്തിലെത്തിച്ച് മണം തിരിച്ചറിയാനാണ്. കരടി, മൈലുകൾക്കപ്പുറമുള്ള ഭക്ഷണത്തിൻ്റെ മണം പോലും അവയ്ക്ക് ലഭിക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നൊമായി ധ്യാനശക്തിയിൽ അവയെ ഇണക്കി പരീക്ഷണങ്ങൾ നടത്തി. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി മൃഗങ്ങൾക്ക് മണമെന്നത് അതിജീവനത്തിനുള്ള ഒരു ഉപാധിയാണ്. ഒരു കരടിയെ സംബന്ധിച്ച് റോസാപ്പൂവിൻ്റെ മണം നല്ലത് എന്നതിനേക്കാൾ ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ ഇരയുണ്ടോ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും. മനുഷ്യൻ്റെ പരിണാമദശകൾ അതിനെ പൂക്കളുമായും പ്രകൃതിയുമായും ബന്ധപ്പെടുത്തിയ പോലൊരു സുഗന്ധമാകണമെന്നില്ലത്. നായ്ക്കളുടെ തലച്ചോറിൽ മണം വിശകലനം ചെയ്യാൻ മാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന ഭാഗം മനുഷ്യരുടേതിനേക്കാൾ 10 മടങ്ങ് വലുതാണെന്നും നൊമായി തിരിച്ചറിഞ്ഞു. നായ്ക്കൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ വായു 2 വഴികളിലായി പിരിയുന്നു. ഒന്ന് ശ്വാസകോശത്തിലേക്കും മറ്റൊന്ന് നേരെ ഘ്രാണകോശത്തിലേക്കും പോകുന്നു. അതായത് ഒന്ന് ശ്വസിക്കാനും മറ്റൊന്ന് മണം പിടിക്കാനും. റോസാപ്പൂവിൻ്റെ ഗന്ധം മനുഷ്യർ തുച്ഛ ഗുണമേന്മയുള്ള ഒരു ഏകദേശ ചിത്രമായി കാണുമ്പോൾ ഒരു പട്ടി അത് ഹൈ ഡെഫിനിഷൻ സിനിമ കാണുന്നത് പോലെ അതിസൂക്ഷ്മമായി അനുഭവിക്കുന്നു. ഒരു പൂവിൽ ഏതെങ്കിലും പ്രാണികൾ ഇരുന്നിട്ടുണ്ടോ, അത് ഏത് മണ്ണിലാണ് വളർന്നത് തുടങ്ങിയ കാര്യങ്ങൾ പോലും ആ ഗന്ധത്തിലൂടെ പട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ലോകം നിറമുള്ളതാകുന്നത് പോലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന ലോകം ഗന്ധങ്ങളാൽ സമ്പന്നമാണ്. നമുക്ക് ലഭിക്കാത്ത ഒരു വലിയ വിവരശേഖരം ഓരോ വാസനയിലൂടെയും മൃഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് ഈ മണം കൊണ്ട് സൃഷ്ടിച്ച വഴിയടയാളം വിട്ടുപോകാതിരിക്കാനാണ്. ഉറുമ്പുകൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചത്തുപോയാൽ ഉടൻ തന്നെ അവയെ എടുത്തുമാറ്റുന്ന കൗതുകകരമായ പ്രതിഭാസം നൊമായി നിരീക്ഷിച്ചു. ഉറുമ്പിൻ്റെ ശരീരം വിഘടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്ന ആസിഡ് മണം ഉറുമ്പുകളെ സംബന്ധിച്ച് മരണത്തിൻ്റെ അടയാളമാണ്. ഈ മണം ലഭിക്കുന്നതോടെ മറ്റുറുമ്പുകൾ ഉണർന്നു പ്രവർത്തിച്ച് മൃതശരീരം കടിച്ചുപിടിച്ച് ദൂരെയുള്ള പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇങ്ങനെ വിവിധ ജീവികളുടെ ജീവിതചക്രം വിശദമായി നിരീക്ഷിച്ച നൊമായി ഒളിഞ്ഞുകിടന്നിരുന്ന ഒനീറോസ്മെ ചിലർക്ക് അപ്രതീക്ഷിതമായി അനുഭവേദ്യമാകുന്ന രീതിയിൽ ഗന്ധത്തിൻ്റെ സൂത്രവാക്യം രചിച്ചു. ദ്വീപിലേക്കുള്ള വഴികാട്ടിയായി ആ ഗന്ധവാക്യത്തിൽ അധിഷ്ഠിതമായ ഒരു പാത നൊമായി ഷിൻഷു നിർമ്മിച്ചു. ഒരു പ്രത്യേക പരിസ്ഥിതിയിലെ വിവിധ ഗന്ധങ്ങളെ സംയോജിപ്പിച്ച് അതീന്ദ്രിയാനുഭവം പകരുന്ന തരത്തിൽ ഒരു ഗന്ധക്കുരുക്ക്. അതിൽ ഉന്മത്തനായി ഉത്തേജിക്കപ്പെട്ടാൽ ആ വഴിയിലൂടെ അയാൾക്ക് ഒനീറോയിലെത്താം. ഈ ഗന്ധത്തിൻ്റെ കുരുക്ക് ഒരാളെ തേടിയെത്തുന്നത് അയാൾ ആ വഴിയിലേക്ക് കടക്കാൻ പക്വത പ്രാപിച്ചുവെന്ന് അയാളുടെ മനസ്സും ശരീരവും ചില അടയാളങ്ങൾ നൽകുമ്പോഴാണ്. നൊമായി ഷിൻഷു കണ്ടെത്തിയ ആ ഗന്ധവാക്യം വെറുമൊരു മണമല്ലായിരുന്നു. അത് കാലത്തെയും പ്രദേശങ്ങളെയും ഭേദിക്കാൻ ശേഷിയുള്ള ഒരു തന്മാത്രാ താക്കോലായിരുന്നു. ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട വൈദ്യുത രൂപത്തിലും രാസരൂപത്തിലും സഞ്ചരിക്കുന്ന സന്ദേശങ്ങളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ചില ശരീരസ്രവങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന ആ തന്മാത്രാ വിളി ഗന്ധക്കുരുക്കിനെ ഉത്തേജിപ്പിച്ച് ഒരാളിലേക്ക് എത്തിക്കുകയാണ്. ഒനീറോയിലേക്കുള്ള യാനം എപ്പോഴും ഉണ്ടാവാറില്ല. ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ഹോർമോണുകൾ നൊമായി വിഭാവനം ചെയ്ത ആ ഗന്ധതന്മാത്രകളുമായി പ്രതിപ്രവർത്തിക്കും. അതൊരു രാസപ്രവർത്തനമാണ്. അവിടെ വെച്ചാണ് ഒനീറോ ഉക്കിയോസ്മയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്.
ചിലപ്പോൾ കരിയിലക്കൂട്ടത്തിൽ മുട്ടയിട്ട പാമ്പിൽ നിന്നോ തീ പോലെയുള്ള മരുഭൂമിയുടെ നാഭിച്ചുടിയിൽ നിന്നോ കണ്ണിമാങ്ങാച്ചുന കരിങ്കല്ലിൽ ഉരസുമ്പോഴോ ഉത്തരാപുരത്തിലെ കാപ്പിത്തെരുവ് വഴി കാറ് കടന്നു പോകുമ്പോഴോ ആ കുരുക്ക് അദൃശ്യമായി നിങ്ങളിലേക്ക് പടർന്നു കയറും. ഒനീറോയിലേക്കുള്ള സഞ്ചാരത്തെ ഒരു സ്വപ്നത്തിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് കടക്കുന്നതായി ലളിതമായി സാദൃശ്യപ്പെടുത്താം. എന്നാൽ ഒനീറോ വെറുമൊരു സ്വപ്നമല്ല. ചാടി എഴുന്നേറ്റ് കിതയ്ക്കാൻ തക്കവണ്ണം അത് നിന്നിലേക്ക് ഒരു ഭീതി ഒഴിച്ചു തരില്ല. മറിച്ച് ഐസ്ക്രീം രുചിമുകുളങ്ങളെ തഴുകുന്നത് പോലെ അത് ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങും. തിരിച്ചു വരാൻ തോന്നിക്കാത്ത, കൈനീട്ടാതെ എല്ലാം തരുന്ന ഒരു ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വം ഒനീറോയിലുണ്ട്. അപരിചിതമായ ഒരു ഉണർവ്. അത് ഒനീറോയിലേക്ക് കടക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ബോധ്യപ്പെടും. പൂർണ്ണമായൊരു ഏകാന്തത വന്ന് മൂടും. സാധാരണ ദ്വീപ് പോലെ അല്ല ഒനീറോ. അവിടെ പോയി വരുന്നയാൾ മറ്റൊരാളായി മാറിയിരിക്കും. ഒനീറോ എല്ലാവർക്കുമുള്ളതല്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ്. ഒനീറോയിലെത്തുന്ന ഒരാൾ ആദ്യം അനുഭവിക്കുന്നത് മനസ്സിൻ്റെ ഒരുതരം ഭാരമില്ലായ്മയാണ്. പഴയ സിലോച്ചിയ എന്ന ദ്വീപ് ഒരു ജൈവയന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് അവിടെ എത്തുന്നവരുടെ മനസ്സിനെ ഒറ്റ വായനയിൽ മനസ്സിലാക്കുന്നു. പിന്നെ ചടുതിയിലൊരു രൂപാന്തരം. വ്യക്തിയുടെ ഉള്ളിലെ ഭയങ്ങളും അരക്ഷിതാവസ്ഥകളും മലിനമായ ഗന്ധങ്ങളായി പുറന്തള്ളപ്പെടുന്നു. സിലോച്ചിയ എന്ന ഒനീറോ ഈ നെഗറ്റീവ് ഗന്ധത്തെ വലിച്ചെടുത്ത് ഒരുതരം വളമാക്കുന്നു. റേച്ചൽ ബർഗ്മാൻ വിഭാവനം ചെയ്ത ഗർഭപാത്ര സമാനമായ സുരക്ഷിതത്വത്തിൽ സമയം നിശ്ചലമാണ്. അതുകൊണ്ട് ഒന്നിനോടും പരിഭ്രാന്തി വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ സിലോച്ചിയ എന്നാൽ 10 വർഷത്തെ ശാന്തി എന്നതിന് തുല്യം. പഴയ ഭരണകൂടം സിലോച്ചിയെ ഭയപ്പെട്ടതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഭയമില്ലാതെ മനുഷ്യരെ ഭരിക്കാൻ കഴിയില്ല. സിലോച്ചിയിൽ നിന്ന് മടങ്ങിയെത്തുന്നവർ ആരും ചങ്ങലകളെ, ഇന്നലകളെ ഭയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ആ 8 പിന്മുറക്കാരെയും അവർ കൊന്നൊടുക്കിയത്. എന്നാൽ നൊമായി തിരിച്ചറിഞ്ഞതുപോലെ ഊർജം നശിപ്പിക്കാൻ കഴിയില്ല. സിലോച്ചിയ ഒരു ഭൗതിക രൂപത്തിൽ നിന്ന് ഒനീറോ ഓസ്മെ എന്ന സ്വപ്നരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുകയായിരുന്നു. അതിലേക്ക് കടക്കാൻ ഗന്ധരൂപത്തിലുള്ള ഒരു തരംഗപാതയും. അയാളുടെ സായാഹ്നം പതിവ് പോലെ അസ്വസ്ഥമായിരുന്നു. അന്തരീക്ഷത്തിൽ മഴ പെയ്തൊഴിഞ്ഞ മണ്ണിൽ നിന്നെന്ന പോലെ ഒരു ഗന്ധം അയാളെ ഒന്ന് ചുറ്റിപ്പിടിച്ചു. അയാൾ ശക്തമായി ഉച്ഛ്വസിക്കാൻ തുടങ്ങി. പതിവ് ഗന്ധങ്ങൾക്കൊപ്പം പലതും കൂട്ടിക്കുഴച്ച അപരിചിതമായ ഒരു മിശ്രിതം. അന്ന് വൈകിട്ട് 5 മണി മുതൽ മതിപ്പിക്കുന്നൊരു കാറ്റടിച്ചിരുന്നു. ലോട്ടറി കച്ചവടക്കാരൻ പറ്റിച്ചുറ്റി നാളത്തെ ബെമ്പറായെന്ന് പറയുന്നത് പോലൊരു പുകമണമെന്ന് തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടാനൊരു ആഴം വേണമെന്ന് അയാൾ പരതിയിരിക്കുമ്പോൾ കാണാത്തൊരു ലോകം വന്ന് ക്ഷണപത്രിക നീട്ടുന്നു. ഒറ്റച്ചാട്ടത്തിനകത്ത് കയറിയാൽ തിരിച്ചിറങ്ങാനാവാതെ ശ്വാസം മുട്ടിയാലോ എന്ന് കരുതി അയാൾ അത് അവഗണിച്ചു. പിന്നെ തിരിച്ചിറങ്ങിയില്ലെങ്കിൽ എന്താടോ എന്ന് സ്വയം മന്ത്രിച്ചു. കൂട്ടിൽപ്പെട്ട എലിയെപ്പോലെ സന്ധ്യയുടെ ചാഞ്ഞ വെയിൽക്കീറുകൾ. അയാൾ അത് കടിച്ചുപറിച്ച് വിഷണനായി. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് തുരുമ്പ് കലർന്ന രുചി ഊറി വന്നു. അലർച്ച പോലെ ശബ്ദിക്കുന്ന ഫോൺ. ശ്വാസം മുട്ടുന്ന ആരോ ആംബുലൻസിൽ കിടന്ന് പിടയുന്നത് പോലെ അതുടനെടുത്ത് CPR കൊടുത്തില്ലെങ്കിൽ ജീവിതം അസ്തമിക്കുന്ന പോലുള്ള ആവശ്യങ്ങൾ. ഊറ്റിയെടുക്കുന്ന പകലുകൾ, ഊർജം നിറയേണ്ട രാത്രികൾ, കന്നാസ് പോലെയുള്ള മനുഷ്യൻ്റെ ഉജ്ജ്വല ജീവിതം. ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഒരു പകലിൽ നിന്ന് എത്ര ദൂരം ഓടി ഒളിക്കാമോ അത്ര ദൂരം ഓടുക എന്ന് പറഞ്ഞാണ് രാത്രി അവൻ്റെ ഇരുട്ട് നീളൻ കൈകൾ ചുമലിലിട്ടത് വഴികാട്ടാൻ. കെണിയല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരിടത്ത് എത്തിക്കാമെന്നും അവിടെ ദത്തെടുക്കുന്ന പോലെയുള്ളൊരു അന്തരീക്ഷമുണ്ടെന്നും ആരോ മന്ത്രിച്ചു. അനായാസമായി തിരയടിക്കുന്ന കടലായിരുന്നു കവാടം. അതിനപ്പുറത്ത് കടലുമായി ഇണചേരുന്നൊരു കാട്.
അവിടെയാണ് ആ അപൂർവഗന്ധം എത്തിച്ചത്. നിത്യസാധാരണമായ, പരിഗണിച്ചവശമായ, തുരുമ്പ് പിടിച്ചതിനെയൊക്കെ ആഘോഷിച്ച് മടുത്തവർക്ക് അണയാൻ പാകത്തിനൊരു മടിത്തട്ട്. ഓരോ ദിവസവും വിരസമാകുന്നത് വിഴുപ്പുനാറിയ ആ പഴയ ദിവസത്തെ വീണ്ടും വീണ്ടും ചുമക്കുന്നതുകൊണ്ടാണ്. ഒരു ഗന്ധത്തിന് ഇത്രയൊക്കെ പറയാനാവുമോ എന്നയാൾ ശങ്കിച്ചു. ചന്ദനത്തിന് തണുത്ത ഗന്ധത്തിൽ ഗ്രാമ്പൂവിൻ്റെ തീഷ്ണതയും തുകൽ ബാഗുകളുടെ ഉൾവശവും വറുത്ത കാപ്പിപ്പൊടിയുടെ മണവും കൂട്ടിക്കുഴച്ച ഒരുതരം കാറ്റ്. മഴ പെയ്തു തോർന്ന ഒരു വനത്തിലെ മണ്ണിനെ തലോടി അതെത്തി. കാഴ്ച പോലെയല്ല ഗന്ധം, അതിന് വേരുകളുണ്ട്. കാഴ്ചകളെ വർണ്ണിച്ച് വശത്താക്കാം. ഗന്ധം എല്ലാ വർണ്ണനകൾക്കും അപ്പുറം നിന്ന് കൈപ്പിടിയിലൊതുങ്ങാതെ വശീകരിച്ച് ആവാഹിക്കുന്നു. ശൂന്യനായി ഭാരമില്ലാതെ അയാൾ നടന്നു. അയാളിലെ പിരിമുറുക്കത്തിൻ്റെ തിരിസൂചി അഴിഞ്ഞുപോയതോടെ പരിഭ്രമത്തോടെയുള്ള ഓട്ടം നിലച്ചിരുന്നു. തേടി നടന്ന എല്ലാ കടങ്കഥകൾക്കും ഒറ്റയടിക്ക് ഉത്തരം ലഭിച്ച പോലെ സൗമ്യമായി തലോടുന്ന ഗന്ധത്തിൽ ഉൾക്കാമ്പുലയുന്ന മർമരം. കാറ്റ് വന്ന് കൂടുകൂട്ടുന്ന ദേവദാരുവിൻ്റെയും അകിലിൻ്റെയും കരിമരത്തിൻ്റെയും പേരാലിൻ്റെയും മുടിയിഴകൾക്ക് താഴെ നിലാവെളിച്ചം ഇറ്റിറ്റ് വീഴുന്ന ഈറനായ ഇരുട്ടിൻ്റെ തലോടലേറ്റ് രണ്ടാം യാമത്തിൻ്റെ തോളിൽ ചാഞ്ഞ വനരാത്രിയുടെ താളവാദ്യത്തിൽ വെളിച്ചത്തിൻ്റെ വ്യാപാരി തുണ്ടുതുണ്ടായി മുറിച്ചു കൊടുക്കുന്ന കൽക്കണ്ട പ്രഭാവലയം എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ചാരുതയിൽ ചായം ചാലിച്ച് മേഘമാലകൾ വിധാനിച്ച ആകാശത്താഴ്വരയിൽ ചിന്തകളുടെ നിഴൽ പതിയാത്ത മന്ദഹാസക്കുമിള നിറചിരിയായി ഒഴുകുന്ന അരുവിയോരങ്ങളിൽ നക്ഷത്രങ്ങൾ പൂത്തുവിടർന്ന താരാപഥ ശോഭ വിരിഞ്ഞ നിശയുടെ കുളിർമയിൽ കാടിൻ്റെ രുചി. ഇതൊന്നും അറിയാതെ ഞാൻ എവിടെയാണ് ഒളിച്ചിരുന്നത്? ഓടി ഓടി വന്നീ സമാധാനക്കുമ്പിളിൽ നീരാടി നിറയാൻ വൈകിയതെന്തേ?
തിരിച്ചു പോവണ്ടേ? പോണുണ്ടോ നീയ്? ഒരു ചോദ്യം അകത്തേക്ക് ചൂണ്ടയിട്ടു. മനസ്സതിൽ കുടുങ്ങി. പോണോ? ഞാൻ ചോദിച്ചു. പൊക്കോ, തിരിച്ചു വരാനുള്ള വഴി അറിയില്ലേ? പിന്നെ എന്തിനാ എൻ്റെ കുട്ടി ഭയക്കുന്നേ? എന്തിനാ പോണേ? പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആ നാട്ടിൽ നീയല്ലാതെ ആരാ പറയുക? പറഞ്ഞാൽ എല്ലാവരും വരില്ലേ ഇങ്ങോട്ട്? അങ്ങനെ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന ഇടമാണെന്ന് തോന്നിയോ നിനക്ക്? എനിക്കിനിയും വരാമോ? പിന്നെന്താ, നീ വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കില്ലേ? വിളിക്കുമോ? ഒനീറോ ചിരിച്ചു. ആ നിമിഷം അയാൾ പകലിലേക്ക് ഇതൾ പോലെ അടർന്നു വീണു. ഒരാശ്വാസം പോലെ അയാളിൽ ആ ഗന്ധം ബാക്കി നിന്നു. അത് മതിയായിരുന്നു പുതുമ നിറഞ്ഞ മറ്റൊരു തുടക്കത്തിന്.